അമ്മച്ചിയോ? ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി അമ്മച്ചി നന്നായിരിക്കുന്നല്ലേ? ആരാണാവോ മനസ്സിലായില്ല. അമ്മച്ചി ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. സമാധാനായി. പേരെങ്കിലും മാറ്റിയില്ല. എന്തൊരു കോലാണോ ഇത്? എന്താ ഒരു കുഴപ്പം? അറിയാനിട്ട് ചോദിക്ക. എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി. എന്തെന്ന് ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്. എത്ര പണം ഉണ്ടെങ്കിലും ഗമയില്ലെങ്കിലേ ആരും വകവയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്രാണ്ടി വേഷമൊന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. എന്നാ മണിയടിക്കാതാ? കാക്ക കുടിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞു ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോണം. ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്. ട്വിസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്. ട്വിസ്റ്റ്. ഇത് അറിയുന്നിടത്തൊരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയവരെ നെഞ്ചത്തായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടുവന്ന് മുകളിൽ വെക്ക. കല്യാണി, നമുക്ക് പോവാം. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം? കണ്ടില്ലേ? ഈ ഇനത്തിൽപ്പെട്ട ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്. എന്താ പറ്റിയേ? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ്. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ. വെളിച്ചപ്പാട് മുതൽ എന്നാണ് പേര്. കിടന്ന് ചാടിയിട്ട് പിത്തമുഴ ഇളയാൽ പിന്നെ എനിക്കാൽ ഒരു ഇഷ്ടത്ര. ഒരു കുഴപ്പമില്ല, നല്ല എക്സസൈസും കൂടിയാണ്. യു വിൽ ബിക്കം വെരി സ്ലിം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിൽക്കരുതെന്ന്? നിങ്ങളുടെ മാനേജർമാരൊക്കെ ഇവിടെ വരുന്ന കണ്ടിട്ടില്ലേ? നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട്. അവര് നിൽക്കുമ്പോ നാളെ നിങ്ങൾക്ക് മുതലാളിയെന്നും പറഞ്ഞ് തുണിയില്ലാതെ നിൽക്കാൻ. അത്യാവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മതി. പോരാ, വയറ് കണ്ടില്ലേ കയറി വരുന്നത്? ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. ഞാൻ കൂടെ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി മതിപ്പില്ല. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. കണ്ടോട് തന്നെ ഇരിക്കണത്. പക്ഷേ ഇത് എവിടെ വെച്ചെത്തും എന്നാ നിശ്ചയില്ല. പോകുന്ന ഒരു പോറ്റെന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. താമസിക്കാൻ വീട്, ജോലി, നല്ല ആഹാരം, ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല. ഞാനൊരു ഐഡിയ പറയാം. വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട്. അവരെ ഒന്ന് കണ്ടു നോക്ക്. അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. കിട്ടുമോ? ശ്രമിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ? ആ കൺസിഡറേഷനെങ്കിലും കിട്ടും. ശരി, നോക്കിക്കളയാം. എല്ലാ വാതിലും തട്ടി നോക്കാം. ഏതെങ്കിലും തുറക്കുമല്ലോ. ഇനിയിപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിൽക്കുക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതുതായി, പിന്നെ ആ റിക്കാർഡ് പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ് എന്നെയും കളയുമല്ലോ. വേണ്ടി വന്നാ കളയും. കളഞ്ഞോ? എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ 2 പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ?
ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. കളിയാക്കൊന്നും വേണ്ട. പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടലെ നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാവുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്ലാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറ്റിളക്കം. ഓ ക്ഷമിക്കണം. ഏയ് താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോകണം. ഇതൊരു പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം. മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരും. അയ്യോ അങ്ങനെ പറയരുത്. ഞാൻ അല്പം തിരക്കിലാണ്. പിന്നെ വരൂ. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമുണ്ണി മേനോന്റെ മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ അകത്ത് കാണും. ഓ വലിയ പണക്കാരന്റെ പോലെന്ന് തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. ഇതായിരിക്കണം. അത് വേഗം ഒത്തിരി പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പം ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തോണ്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല ഞാൻ നോക്കട്ടെ. ആ എടുക്ക. ചേട്ടാ നോക്കാതെ ഇങ്ങനെ കുഴപ്പമില്ല. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല വിരോധമില്ല. ആ പണം എങ്കിൽ ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ? ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം. പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. ബിഎക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാത്ത ഒരാളെ ആവശ്യമുണ്ട്. ഭാഷ ഒരാളെ ആവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഒഴിവൊന്നുമില്ലെന്ന്. കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ സാർ അങ്ങനെ പലതും പറയും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ ആ കുട്ടി പൊയ്ക്കോളൂ.
വീട്ടിൽ വരുന്ന ഒരാളോട് നീ പെരുമാറുക എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവാണെങ്കിലേ പാതി സ്വത്ത് എഴുതിയാൻ കൊടുക്ക്. ആ ചിലപ്പോ കൊടുത്തുനിരിക്കും. എനിക്കറിയാൻ കൊടുക്കുമെന്ന്. നിങ്ങളുടെ മനസ്സിരിപ്പ് നല്ലവണ്ണം എനിക്കറിയാം. ഞാനേ ശങ്കരമംഗലത്തെ പെണ്ണ. 3 കുട്ടിയാനപ്പുറത്ത് നിറച്ചു സ്വർണ്ണവും പണമായിട്ടാണ് ഞാനിവിടെ വന്നത്. എന്റെ വീട്ടില് ഇപ്പോഴും ചോദിക്കാനും പറയാനും ആവുണ്ട്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോണം. ഓ ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ഓ ദേ ഇതേ പാടവും പുഴക്കടവൊന്നുമല്ല, സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോണം. See you. See you, Gobu. Bye. എന്താ കാര്യം? ഇവരെന്താ ഉണ്ടായേ? എന്റെ അമ്മേ, എന്ത് ചങ്കൂട്ടം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പ് വന്നിരിക്കാൻ ആണല്ല മനുഷ്യൻ നിങ്ങൾക്ക്. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. ഞാനെന്റെ വടിവെപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആള്. ഏത് പെണ്ണ് പോലും. എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്.
കാണിച്ചു തന്നെ വെക്കുക. കണക്കായി പോയി. ആ ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിരിക്കൊന്നുമല്ല. 3 കുട്ടിയാണ് പുറത്ത് നിറച്ചു സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആ ഔവ്വ. ആശാനെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, അല്ലേലും ഈ പെമ്പിളേരിങ്ങനെയാ. ഞാൻ കാലണയ്ക്ക് പാടുന്നവനല്ലേ, എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ. ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്ന്. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോ സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാൻ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും. ആഴ്ച പല്ല് തെറിപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ. അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയി. അപ്പം അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒരു ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മൾ പിന്നെ ഈ പ്രായം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോടെ. അത് കളരി കുറെ കളിച്ചതാ, പിന്നെ ഒന്നും വെറുതെ അല്ല. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. Really? Many many happy returns of the day. താങ്ക് യു. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. Come, shall we go? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. Okay, carry on. ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലേലും പോകാനൊരു ആവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണനുണ്ട്. വരും, ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Briskly off his hips, once with the you see that. Just the 3 men on the onside, the rest are slip, scully, mid of cover point and extra cover. Just those 3 men. So very risky and a very ill-conceived shot. As it happened, there was safe over covers. തല്ലിപ്പൊളി കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാണം പങ്കം പറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞു കൂടുതൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ? വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി? പുതിയ റെക്കോർഡും വാങ്ങിച്ചോണ്ടിരുന്ന് ആസ്വദിക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. वातापि गणपतिं भजे हम, वातापि गणपतिं भजे हम, वाता. എന്താ നിർത്തിയത്? തൊണ്ട ഒരു പിടുത്തം. ഈ തൊണ്ടയ്ക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ. മതി, ഇന്ന് ശരിയാവൂല. അപ്പൊ നാളെ വരില്ലേ? അപ്പൊ എടുക്ക. താ. ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? കൊള്ളാം, അറിയാമോ? പതുക്കെ പറ, പതുക്കെ പറ. അതല്ലേ എന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ പറഞ്ഞോ? വേണ്ട, നാളെ പാടിയാ മതി. അഡ്വാൻസ് 100 രൂപ. നാളെ പറഞ്ഞേ.